ഓം ഗായത്രിയൈ നമഃ. അക്ഷരരക്ഷ മഹാഗായത്രിയാഗവും ഗായത്രി നവരാത്രി ആഘോഷവും. ത്രാങ്ങാലി, ഷൊർണൂർ, പാലക്കാട് ജില്ല. ആദിപരാശക്തിയുടെ നവഭാവങ്ങളിൽ ആ ചൈതന്യത്തെ ആരാധിക്കുന്നതാണ് നവരാത്രി. പ്രധാന ഋതുക്കളുടെ ആരംഭത്തിലാണ് നവരാത്രികൾ വരുന്നത്. 4 നവരാത്രികൾ ഉണ്ടെങ്കിലും ശരത്കാല നവരാത്രിയാണ് കേരളത്തിൽ പ്രചാരത്തിലുള്ളത്. വസന്ത ഋതുവിൽ രാമനവമിയോടനുബന്ധിച്ച് വരുന്ന നവരാത്രിയും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ആചരിക്കാറുണ്ട്. ബാക്കി 2 നവരാത്രികൾ ഗുപ്ത നവരാത്രികളാണ്. അതിലെ ആഷാഢത്തിൽ വരുന്ന നവരാത്രി ഗായത്രി നവരാത്രി എന്നറിയപ്പെടുന്നു. കേരളത്തിൽ അധികം പ്രചാരത്തിലില്ലാത്ത ഈ ഗായത്രി നവരാത്രി ജൂലൈ 8 മുതൽ ജൂലൈ 16 വരെ ഗായത്രി ശക്തിപീഠം സ്ഥാപിതമാകുവാൻ പോകുന്ന ആ പുണ്യഭൂമിയിൽ വെച്ച് ഗായത്രി ഗുരുകുലം സ്ഥാപകാചാര്യനും വേദപണ്ഡിതനുമായ ശ്രീ അരുൺ പ്രഭാകരൻ്റെ നേതൃത്വത്തിൽ അതിവിപുലമായ ചടങ്ങുകളോടെ ആചരിക്കുന്നു. പാലക്കാട് ജില്ലയിലെ ഷൊർണൂരിൽ ത്രാങ്ങാലി എന്ന പ്രദേശത്ത് ഭഗവതിക്ക് ഇരിപ്പിടമാകാൻ ഭഗവതി കാത്തുസൂക്ഷിച്ച ഭഗവതിക്കുന്നിൽ ശക്തിപീഠം സ്ഥാപിതമാകുന്നതിൻ്റെ മുന്നോടിയായിട്ട് ആ ദേവഭൂമിയിൽ ജൂൺ 21 മുതൽ ജൂലൈ 14 വരെ 24 ദിവസം നീണ്ടു നിൽക്കുന്ന ഗായത്രി മഹായാഗം നടത്തുവാനും ഭഗവതിയാൽ തീരുമാനിക്കപ്പെട്ടു എന്ന ധന്യതയിലാണ് ഗുരുകുലം അന്തേവാസികൾ. ഷൊർണൂർ ആര്യങ്കാവിൽ നിന്ന് കുറച്ച് പടിഞ്ഞാട്ട് മാറിയുള്ള ജംഗ്ഷനിൽ നിന്ന് ഇടത്തോട്ടിലുള്ള റോഡിലൂടെ യാത്ര ചെയ്താൽ ഈ ഗായത്രി ഗുരുകുലത്തിലെത്താം. ഭഗവതിയുടെ ചൈതന്യം നിറഞ്ഞിൽക്കുന്ന ആ പുണ്യഭൂമിയിൽ ഒരു ദിവസം 1 ലക്ഷം ഒരു ഗായത്രി ചൊല്ലി 24 ദിവസം കൊണ്ട് 24 ലക്ഷം ഒരു ഗായത്രി ചൊല്ലി ഹവിസ് അർപ്പിക്കുന്ന ഗായത്രി മഹായാഗം അതിൻ്റെ പൂർണ്ണതയിലെത്തുന്നതും ഈ നവരാത്രി ദിനങ്ങളിലാണ്. നവരാത്രിയോടനുബന്ധിച്ച് ജൂലൈ 14, 15, 16 എന്നീ ദിവസങ്ങളിൽ എല്ലാ സുമനസ്സുകൾക്കും ഗായത്രി യജ്ഞാഹുതികൾ സമർപ്പിക്കാവുന്നതാണ്. യജ്ഞസമർപ്പണത്തിനുള്ള വിശദവിവരങ്ങൾ യജ്ഞാധികാരികൾ നൽകുന്നു. ഈ മഹായജ്ഞത്തിൽ പങ്കെടുക്കുവാനും ദേവീ കടാക്ഷത്തിന് പാത്രീഭവിക്കാനും ഭഗവതി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഹരി ഓം. अमीयर्षाणि विकास उच्चा नक्तं ददृशे गुहचिद्दिवेयुः अदब्धानि वरुणस्य व्रतानि विशाखशञ्चन्द्रमानक्षत्रमेति तत्सवितुर्वरेण्यं भर्गो देवस्य धीमहि धियो यो न प्रचोदयात् तत्सवितुर्वृणीमहे वयं देवस्य भोजनं श्रेष्ठं सर्वधातमं पुरंगस्य धीमहि अबाधूवरसविता ऋभीर् सर्वान् दिवो अन्धसः नक्तन्तार्य भवन्त्रिये अस्य नामैकनाममे कुमारं यस्ति तावरोऽस्य दशङ्कमया यक्षदा पशवो मम भूतानि वन्योऽस्माकं स्त्रियसरिः ताभ्ये पुंस आहुः पश्य दक्षन्वानविदेशदन्दः कवीयपुत्रः स हिमाचिकेता यस्ता विजाना सवितुः इदा सद् अन्तो मणिमविन्दद् तमनं दुरियावयत् अग्रीव प्रत्यमुञ्च
असञ्जद तव जिह्वा असञ्जद ऊर्ध्वमूलमवाक्चाहं वृक्षं यो वेद सम्प्रति न स जातु जनश्रद्धख्यात् मृत्युर्मामारयादिभिः असिगतुं रुधिरमीलितम् भद्रं कर्णेभिः शृणुयामदेवाः भद्रं पश्येमाक्षभिर्यजत्राः स्थिरैरङ्गैः सुष्ठुवागुंसस्तनूभिः व्यशेमदेव हितैयदायुः स्वस्ति न इन्द्रो वृद्धश्रवाः स्वस्ति न पूषा विश्ववेदाः स्वस्ति न साक्ष्यो अरिष्टनेमिः स्वस्ति नो बृहस्पतिर्ददातु ॐ शान्ति शान्ति शान्तिः।
ഗായത്രി ഗുരുകുലത്തിൽ നടക്കുന്ന അക്ഷരലക്ഷ മഹാഗായത്രി യാഗത്തിനെക്കുറിച്ച് യജ്ഞാചാര്യൻ ശ്രീ അരുൺ പ്രഭാകരനുമായി നമുക്ക് അല്പനേരം സംസാരിക്കാം. നമസ്തേ അരുൺ പ്രഭാകർജി, ഞങ്ങൾക്ക് ഈ മഹായാഗത്തെക്കുറിച്ച് ഒന്ന് വിവരിച്ചു തന്നാലും. ഗായത്രി മഹായാഗം ഗായത്രി എന്ന് പറഞ്ഞാൽ 4 വേദങ്ങളുടെയും അമ്മയായി വേദജനനി എന്നാണ് പറയുക. ഗായത്രി വേദമാത 24 അക്ഷരമുള്ള ഋക്കാണ് ഗായത്രി. ഗായത്രി എന്ന പേരിൽ ഒരു ഛന്ദസ്സുണ്ട്, ഗായത്രി എന്ന പേരിൽ ഒരു മന്ത്രമുണ്ട്, ഗായത്രി എന്ന പേരിൽ ദേവതയുമുണ്ട്. തത്സവിതുർവരേണ്യം തുടങ്ങുന്ന പ്രശസ്തമായ മന്ത്രമാണ് ഇവിടെ ഗായത്രി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. 4 വേദങ്ങളുടെയും അമ്മ എന്ന് ഗായത്രിയെ പറയുമ്പോൾ ഗായത്രിയുടെ മഹത്വം എത്രയാണ്, മഹാത്മ്യം എത്രയാണെന്ന് വേറെ പറയണ്ടല്ലോ. ഇവിടെ നടക്കുന്നത് ഈ ഗായത്രി മന്ത്രത്തെ അക്ഷരലക്ഷം ഹോമിക്കുന്ന ഒരു മഹായാഗമാണ് നടക്കുന്നത്. അതായത് 24 അക്ഷരങ്ങളാണ് ഗായത്രി എന്ന് പറഞ്ഞു. ആ 24 അക്ഷരങ്ങളുള്ള ഗായത്രിയെ 24 ലക്ഷം ഇവിടെ ഹോമിക്കുകയാണ്. വ്യത്യസ്തങ്ങളായ ദ്രവ്യങ്ങൾ ഉപയോഗിച്ച് നടക്കുന്ന ഒരു ഹോമ പദ്ധതിയാണത്. കേരളത്തിൽ സുകൃതഹോമം എന്ന പേരിൽ ഇതിൻ്റെ ചെറിയൊരു രൂപം നടന്നു കാണാറുണ്ട്. അതിൻ്റെയൊക്കെ തന്നെ അതിവിപുലമായൊരു പദ്ധതിയാണ് ഈ ഗായത്രി മഹായാഗം. പവിത്രമാക്കുവാൻ ഗായത്രിക്ക് മാത്രമാണ് ശക്തി എന്നുള്ളതാണ് വൈദിക ബോധ്യം, ഋഷീശ്വരന്മാരുടെ ബോധ്യം. അതുകൊണ്ട് സർവപാപഹരം ഇത് ഗായത്രിയാണ്, ഭവതാരിണി ഗായത്രിയാണ്. ഗായത്രി എന്ന് കേൾക്കുമ്പോൾ ഗായത്രിയുടെ ദേവത സവിതാവ് എന്ന് പറയും. ലൗകികാർത്ഥത്തിൽ സൂര്യനാണ് സവിതാവ്. പക്ഷേ ജഡമായ സൂര്യനെ എന്തിനാണ് ആരാധിക്കുന്നത്? നമ്മൾ വൈദികർ ജഡത്തെ അല്ലല്ലോ ആരാധിക്കുക, ചൈതന്യത്തെ അല്ലേ. അപ്പോൾ സൂര്യൻ ഇവിടെ ഒരു ലിംഗം മാത്രമാണ്. ഗായത്രിയുടെ ലിംഗമാണ് സൂര്യൻ. സൂര്യൻ്റെ സൂര്യനാണ് ഗായത്രി. ആ ഗായത്രിയുടെ ഏവരെയും അനുഗ്രഹിക്കാനുള്ള ശക്തിയാണ് ശാക്തേയർ ദേവീ സങ്കല്പത്തിൽ ഗായത്രിയെ ആരാധിക്കുന്നത്. പഞ്ചബ്രഹ്മസ്വരൂപിണിയാണ് ഗായത്രി. മുക്താ വിദ്രുമ ഹേമനീലധവളച്ഛായൈർ മുഖൈ സ്ത്രീക്ഷണൈ യുക്താം ഇന്ദുനിപദ്ധരത്നമകുടാം തത്വാർത്ഥവർണാത്മികാം ഗായത്രീ വരദാഭയാങ്കുശകശ ശുഭ്രം കപാലം ഗുണം ശംഖം ചക്രമധാരവിന്ദയുഗളം ഹസ്തേർ വഹന്തീം ഭജെ. ഇതാണ് ഗായത്രിയുടെ ധ്യാനം. 5 മുഖങ്ങളാണ്. മുക്താ വിദ്രുമ ഹേമ നീല ധവള 5 മുഖങ്ങളോടുകൂടിയ പഞ്ചബ്രഹ്മസ്വരൂപിണിയായ ഗായത്രിയെ ഗായത്രിക്ക് വേണ്ടി യജിക്കുകയാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ എന്തിനാണ് എന്ന് ചോദിച്ചാൽ അത് പറയാം. ഈ നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഭൂമിയിൽ ഭാരതത്തിലെ ആദ്യത്തെ ഷടാധാര പ്രതിഷ്ഠയോടുകൂടിയ ഗായത്രി മഹാക്ഷേത്രം വരാൻ പോവുകയാണ്. ഗായത്രിക്ക് ക്ഷേത്രങ്ങൾ കേരളത്തിലില്ല. 1-2 ഇടങ്ങളിൽ ചില ഇല്ലങ്ങളുമായി ബന്ധപ്പെട്ട് തേവാരമൂർത്തികളെപ്പോലെ, തേവാരം എന്ന് ഞാൻ പറയുന്നില്ല, ചെറിയ ഇടങ്ങളൊക്കെ ഉണ്ട്. 1-2 സ്ഥലത്ത്, കാസർഗോഡ് സ്ഥലത്തുണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്, അതുപോലെ തിരുവനന്തപുരത്ത് എവിടെയാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്നാൽ ഷടാധാര പ്രതിഷ്ഠയോടുകൂടി ഒരു മഹാക്ഷേത്രം ഇന്നേ വരെ ഗായത്രിക്ക് ഉണ്ടായിട്ടില്ല. ഉത്തരഭാരതത്തിൽ പുഷ്കറിൽ, രാജസ്ഥാനിലെ പുഷ്കറിൽ ഗായത്രിക്ക് ഒരു ശക്തിപീഠമുണ്ട്. ശക്തിപീഠങ്ങളിൽ നിന്നും ആരും പ്രതിഷ്ഠിച്ചല്ലോ, ആ ശക്തിപീഠമുണ്ട്. അതല്ലാതെ മറ്റൊന്നുമില്ല. അപ്പോൾ വേദജനനിയായ ഗായത്രിക്ക് ഒരു മഹാക്ഷേത്രം ഉണ്ടായി കാണണം എന്ന ഒരു ഇച്ഛയുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ യാഗം നടത്തുന്നത്. ഈ ഭൂമിയിലാണ്, ഏതൊരു ഭൂമിയിലാണോ ഈ 24 ലക്ഷം ഗായത്രി ഹോമിക്കുന്നത്, അതേ ഭൂമിയിൽ അതേ സ്ഥാനത്ത് തന്നെയായിരിക്കും ഗായത്രിയുടെ മഹാക്ഷേത്രവും ശ്രീകോവിലും എല്ലാം ഉയർന്നു വരിക. അപ്പം ഗായത്രിയെ പ്രതിഷ്ഠിക്കുന്നത് അപ്പം എന്തിനു വേണ്ടിയിട്ടാണ്? ഒന്ന് ഉപാസനയ്ക്ക് വേണ്ടി തന്നെ. 2, 4 വേദങ്ങളും പഠിപ്പിക്കുന്ന ഒരു പാഠശാല ഇവിടെ ഈ ത്രാങ്ങാലിയിൽ, അതായത് ഷൊർണൂരിൽ നിന്ന് 5 കിലോമീറ്റർ മാത്രമേ ദൂരമേ ഉള്ളൂ, ഭാരതപ്പുഴയുടെ തീരത്ത് 4 വേദങ്ങളും
സമ്പൂർണ്ണമായും പഠിപ്പിക്കുന്ന ഒരു പാഠശാലയും ഇതോടനുബന്ധിച്ച് വരും. അപ്പോൾ ദക്ഷിണാമൂർത്തി ആണെങ്കിലും വ്യാസഭഗവാന്റെ ആണെങ്കിലും പ്രതിഷ്ഠയോടുകൂടിയ ഒരു മഹാക്ഷേത്രം നിർമ്മിക്കുവാനുള്ള ഒരു സങ്കല്പം എടുത്താണ് നമ്മൾ ഈ 24 ലക്ഷം ഇവിടെ ഹോമിക്കുന്നത്. അത്രയും പ്രാധാന്യമുള്ള, അത്രയും ശക്തിയുള്ള ഒരു സ്വരൂപത്തെ പ്രതിഷ്ഠിക്കണമെങ്കിൽ ഭൂമിക്ക് ശക്തി വേണം, കൊണ്ട് നടക്കുന്നവർക്ക് ശക്തി വേണം, സങ്കല്പിക്കുന്നവർക്ക് ശക്തി വേണം, ദേശത്തിന് ശക്തി വേണം. ഇതൊക്കെ ഗായത്രിയുടെ ഉപാസന കൊണ്ടും ഗായത്രി യജ്ഞം കൊണ്ടും അല്ലാണ്ട് സാധിക്കില്ല എന്ന ഗുരുവാക്യം അനുസരിച്ച്, എൻ്റെ ഗുരുനാഥൻ്റെ പേര് ശ്രീധർ അടി എന്നാണ്, അദ്ദേഹം ഗവർണറാണ്, ഇപ്പോൾ ഇല്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെയും ഒരു ആശീർവാദത്തോടു കൂടി, അദ്ദേഹത്തിൻ്റെ ഒരു ആജ്ഞ അനുസരിച്ചാണ് തെക്കേമഠം മുപ്പിൽ സ്വാമിയാരുടെ അനുഗ്രഹത്തോടു കൂടിയാണ് നമ്മൾ ഈ യാഗം തുടങ്ങിയിട്ടുള്ളത്. ഇന്നിപ്പോൾ 19ാമത്തെ ദിവസമാണ്, ഏതാണ്ട് അവസാനിക്കാറായി, ഇനി ഒരാഴ്ചയും കൂടി ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ കേരളത്തിൽ ഒരുപക്ഷെ അധികം ആളുകളും അറിഞ്ഞിട്ടില്ലാത്ത ഒന്നാണ് ഗായത്രി നവരാത്രി എന്നുള്ളത്. അങ്ങനൊരു നവരാത്രിയുണ്ട്. 2 പ്രകട നവരാത്രികളും 2 ഗുപ്ത നവരാത്രികളും ഉണ്ട്. അതിൽ ഗുപ്ത നവരാത്രികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട നവരാത്രിയാണ് ആഷാഢമാസം. ഇത് ആഷാഢമാസമാണല്ലോ. ഈ ആഷാഢമാസത്തെ അമാവാസി കഴിഞ്ഞാൽ പ്രഥമ മുതലുള്ള 9 ദിവസം, ഇന്നിപ്പോൾ നവരാത്രിയാണ്. ആഷാഢ നവരാത്രിക്ക് പറയുന്ന പേര് ഗായത്രി നവരാത്രി എന്നാണ്. അപ്പോൾ ആ ഗായത്രി നവരാത്രിയുടെ അനുഗ്രഹം കൂടി ലഭിക്കാനും വേണ്ടിയാണ് നമ്മൾ ഈ സമയത്ത് തന്നെ ഗായത്രി മഹായാഗം നിശ്ചയിച്ചിട്ടുള്ളത്. ഇതാണ് ഇതിൻ്റെ ചുരുക്കം. കാരണം ഇപ്പോൾ ഈ യാഗത്തിന് ഒരു 1-2 വൈശിഷ്ട്യങ്ങൾ കൂടിയുണ്ട്, അതായത് വിശേഷത്വം പറയാനുണ്ട്. എന്തെന്ന് പറഞ്ഞാൽ, സാധാരണഗതിയിൽ ഗായത്രി യജ്ഞങ്ങൾ കേരളത്തിൽ വിശേഷിച്ചു ഇന്നേ വരെ വിസ്തരിച്ച് ഉള്ള ഈ യാഗത്തിൽ സ്ത്രീകൾ ഹോമം ചെയ്യുന്നത് കണ്ടിട്ടില്ല. എന്നാൽ ഇവിടെ ഈ പാഠശാലയിൽ നമ്മളായിട്ട് ഉപദേശം കൊടുത്തിട്ടുള്ള, നമ്മുടെ ദീക്ഷ സ്വീകരിച്ചിട്ടുള്ള ആളുകളാണ് ഈ യജ്ഞം ചെയ്യുന്നത്. അപ്പോൾ ദീക്ഷ കൊടുക്കുമ്പോൾ പുരുഷനാണോ സ്ത്രീയാണോ എന്ന് നോക്കിയിട്ടല്ല ദീക്ഷ കൊടുക്കാറുള്ളത്. അവർക്ക് അതിന് അധികാരമുണ്ടോ, അതിന് യോഗ്യത ഉണ്ടോ എന്ന് അനുസരിച്ചിട്ടാണ്. യോഗ്യതയുള്ളവർക്ക് ദീക്ഷ കൊടുത്തു. അങ്ങനെ വർഷങ്ങളായിട്ട് ദീക്ഷിതരായിട്ടുള്ള ആളുകൾ ജപം, ഉപാസന, വ്രതം തുടങ്ങിയവയെല്ലാം അനുഷ്ഠിച്ച ശേഷമാണ് ഈ യാഗത്തിൽ ഋത്വിക്കുകളായിട്ട് വന്നിട്ടുള്ളത്. 1. 2, അരണി കടഞ്ഞ് അഗ്നിയെടുത്താണ് യാഗം നടത്തിയിട്ടുള്ളത്. കേരളത്തിൽ ആദ്യമായിട്ട് സ്ത്രീകൾ മാത്രം അരണി കടഞ്ഞ് അഗ്നിയെടുത്ത് നടക്കുന്ന യാഗം കൂടിയാണത്. ഇത് മറ്റെവിടെ നടന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അതും ഇതിൻ്റെ വിശേഷമായിട്ട് പറയേണ്ടതാണ്. ഈ യാഗത്തിൻ്റെ അവസാന 3 ദിവസങ്ങളിൽ എന്തൊക്കെ ചില പ്രത്യേക പരിപാടികളൊക്കെ ഉണ്ടോ? അതായത് അത് 14-ാം തീയതിയാണ് ഈ മഹായാഗത്തിൻ്റെ 24 ലക്ഷം ഹോമിക്കുന്നതിൻ്റെ പൂർണ്ണാഹുതി, മഹാപൂർണ്ണാഹുതി 14-ാം തീയതിയാണ്. അന്ന് വിശേഷമായിട്ടുള്ള ഹോമ പദ്ധതികളൊക്കെ ഉണ്ടാകും. വസോധാര പോലുള്ള ചടങ്ങുകളുണ്ടാവും. രുദ്രവും ചമകവും ചൊല്ലിയിട്ടുള്ള സ്തുതികളുണ്ടായിരിക്കും. പിന്നെ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ അതിൻ്റെ തലേദിവസം വിശേഷമായി ശ്രീസൂക്ത പൂജയും ഹോമവും നടക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഈ വൃക്ഷാരോപണം എന്ന സംഗതി, അതായത് ഇതൊരു ദൈവിക ക്ഷേത്രമായതുകൊണ്ട്, ഇടമായതുകൊണ്ട് യജ്ഞത്തിൻ്റെ ഫലം വരും തലമുറകൾക്ക് കിട്ടുക എന്ന ഉദ്ദേശവും കൂടി ലക്ഷ്യം മുൻനിർത്തി യജ്ഞത്തിൻ്റെ ധൂമത്താൽ പവിത്രമായ ദൈവീ വൃക്ഷങ്ങൾ നമ്മളിവിടെ നടുന്നുണ്ട്. വൃക്ഷാരോപണം ഇപ്പോൾ സഹസ്രനാമത്തിലൊക്കെ പറയുന്ന ചമ്പകം, അശോകം, പുന്നാകം, സൗഗന്ധികം, ശ്രീ ഭഗവതിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതെന്നല്ലേ പറയണം, ഭഗവതിയുടെ മുടികൾ അലങ്കരിക്കുന്ന. അപ്പോൾ ഈ ചമ്പകാശോക, പുന്നാക, സൗഗന്ധികങ്ങളൊക്കെ നമ്മൾ നടുന്നുണ്ട്. അതുപോലെ നാൽപ്പാമരം, അത്തി, ഇത്തി, പെരൽ, അറിയാൽ തുടങ്ങിയുള്ള വിശേഷമായ വൃക്ഷങ്ങളൊക്കെ അതിൻ്റെ സമ്പ്രദായ ശുദ്ധിയോടുകൂടി നമ്മൾ നടുന്ന ഒരു പദ്ധതിയുണ്ട്. പിന്നെ മറ്റൊരു കാര്യം കൂടി ഉള്ളത്, കഴിഞ്ഞ 19 ദിവസമായിട്ട് ഇവിടെ ഓരോ ദിവസം ഗായത്രി മന്ത്രത്തിൽ 24 അക്ഷരമെന്ന് പറഞ്ഞല്ലോ. ഈ 24 അക്ഷരവും ഓരോരോ ദേവതകളാണ്. ഈ ദേവതകളെ കുമാരിമാരായി കൽപ്പിച്ച് ഈ ദേവതാശക്തിക്ക് വേറെ പ്രത്യക്ഷ പൂജയും നമ്മൾ നടത്തി വരാറുണ്ട്. അപ്പോൾ ഈ നവരാത്രിയുടെ ഭാഗമായിട്ട് ഒരു കാര്യം കൂടി നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് മാത്രമല്ല, ഏതെങ്കിലും ഒരു ഗുരുപരമ്പരയിൽ നിന്ന് ദിഷാദികൾ കിട്ടിയിട്ടുള്ള ആളുകൾക്ക് വലിയ നിശ്ചയമുണ്ടെങ്കിൽ അവർക്ക് വന്ന് യജ്ഞത്തിൽ പങ്കെടുക്കാനുള്ള സൗകര്യം കൂടി നമ്മൾ അവസാനത്തെ പ്രത്യേകിച്ച് 15, 16 ദിവസങ്ങളിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. അല്ലാത്ത ദിവസങ്ങൾ അത് സാധ്യമല്ല. അത്
വ്രതമുള്ള ആൾക്കാർക്ക് മാത്രമേ അല്ലെങ്കിൽ ഇതൊക്കെ ഉള്ളൂ. അല്ലാത്തൊരു ദിവസം നവരാത്രി ആയതുകൊണ്ട് ഒരാൾക്ക് വന്ന് ഇത്ര ജപസാധനങ്ങളുള്ള ആളാണ് എന്ന് നമ്മെ ബോധ്യപ്പെടുത്തിയാൽ വന്ന് അങ്ങോട്ട് നേരെ ചെയ്യണമെന്ന് പറഞ്ഞാൽ സാധ്യമാവില്ല. അവരുടെ ഗുരുപരമ്പരകളുടെ അല്ലെങ്കിൽ ഗുരുവിനെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്തിയാൽ ആ വഴിക്കുള്ള ആളുകൾക്കും യജ്ഞത്തിൽ പങ്കെടുക്കാവുന്നതാണ്. അപ്പോൾ യജ്ഞം അവസാനത്തെ ദിവസങ്ങളിൽ യജ്ഞം ഉണ്ടാവും, പാരായണം ഉണ്ടാവും, ജപം ഉണ്ടാവും, വിശേഷമായ തർപ്പണം ഉണ്ടാവും, ഗായത്രി തർപ്പണാദികളൊക്കെ വിശേഷമായി തന്നെ ഉണ്ടാവും, പൂജയും ഉണ്ടായിരിക്കും. ഇതാണ് അവസാനത്തെ 2-3 ദിവസത്തെ കാര്യങ്ങൾ നടക്കുന്നത്. പിന്നെ കലാപരിപാടികൾ വൈകുന്നേരം, അത് പിന്നെ എല്ലാ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് കലാപരിപാടി ഭജനയാണ്. ഭജന എന്താ പറയുക, ഒരു ഭജനയുണ്ട്, അതിൻ്റെ പേര് മറന്നു. സമ്പ്രദായ ഭജന പോലെയുള്ള ചില ഭജനകളും നങ്ങ്യാർകൂത്ത് പോലുള്ള ചില ദേവ കലാശില്പങ്ങളും അതൊക്കെ അതിൻ്റെ ഭാഗം നടക്കുന്നുണ്ട്. ശാലയുമായി ബന്ധപ്പെട്ടുള്ളതല്ല, നടക്കുന്ന കാര്യങ്ങളാണ് മാത്രം. പിന്നെ ഈ യാഗത്തിൽ പങ്കെടുക്കുന്നവർക്കുള്ള വ്രതത്തിൻ്റെ സ്വഭാവം എങ്ങനെയാണ്? അതായത് ഇതിപ്പോൾ 41 ദിവസത്തെ ഒരു വ്രതമായിരുന്നു. 41 അല്ല, പക്ഷേ അവസാനം നമ്മളത് 41ലേക്ക് അത് ഒതുക്കി. 40 ദിവസത്തെ വ്രതം 41 ദിവസം കൊണ്ട് ഇത്രായിരം ഒരു സംഖ്യ ഞാൻ പറയുന്നില്ല, ഇത്രയായിരം ഒരു സാധാരണക്കാരൻ കേട്ടാൽ കണ്ണ് കെട്ടിപ്പോകുന്ന തരത്തിൽ അത്രയും സംഖ്യ ജപിക്കാൻ വേണ്ടി പറഞ്ഞു. അതിൻ്റെ 10 ഹോമിക്കണം, അതിൻ്റെ 10 തർപ്പണം ചെയ്യണം. പിന്നെ ആഹാര കാര്യത്തിൽ, ബ്രഹ്മചര്യം തുടങ്ങിയിട്ടുള്ള കാര്യത്തിൽ അങ്ങനെ കഠിനമായ വ്രതനിഷ്ഠയോടുകൂടിയാണ് ഈ 40 ദിവസത്തെ വ്രതം ആൾക്കാർ അനുഷ്ഠിച്ചിട്ടുള്ളത്. ആ വ്രതശുദ്ധിയോടുകൂടിയാണ് ഈ യാഗം നടക്കുന്നതെന്നർത്ഥം. അപ്പോൾ ഈ വ്രതം അനുഷ്ഠിക്കാൻ ഒരു പ്രത്യേക സ്ഥലത്ത് താമസിക്കണമല്ലോ? ഇല്ല, വേണ്ട. ഇതെല്ലാവരും, ഞാനൊരു ഗൃഹസ്ഥനാണ്, എനിക്ക് ഭാര്യ മക്കളുണ്ട്. അപ്പോൾ ഞാൻ പഠിപ്പിക്കുന്നതും ഗൃഹസ്ഥന്മാരെയും ബ്രഹ്മചാരിമാരെയുമാണ്. അതുകൊണ്ട് ഒരു ഗൃഹസ്ഥന് അയാളുടെ ഗൃഹകാര്യങ്ങൾ നോക്കി തപസ് ചെയ്യാൻ സാധിക്കില്ല എങ്കിൽ വൈദിക ധർമ്മം ഇന്നത്തെ കാലത്തിന് യോജിച്ചതല്ലാതായി മാറും. ഋഷീശ്വരന്മാർ വിവാഹിതരായിരുന്നു, അവർക്ക് മക്കളുണ്ടായിരുന്നു, അവർക്ക് ഭാര്യമാരുണ്ടായിരുന്നു. അപ്പോൾ ഇതല്ലാണ്ട് ബ്രഹ്മചാരിമാർക്കോ സന്യാസാശ്രമികളുടെയോ മതമല്ല സനാതനധർമ്മം എന്ന് പറയുന്നത്. സനാതനധർമ്മത്തിൽ വിദ്യ ഉപദേശിച്ചത് ഗൃഹസ്ഥന്മാരായ ഋഷീശ്വരന്മാരാണ്. അപ്പോൾ ഗൃഹകാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ട് തന്നെ ഭാര്യയും മക്കളും ഉണ്ടായിക്കൊണ്ടിരിക്കെ തന്നെ സാധനകൾ അനുഷ്ഠിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ഈ ധർമ്മം എങ്ങനെ നിലനിൽക്കും? അതുകൊണ്ട് അവനവൻ്റെ വീട്ടിൽ തന്നെ ഇരുന്ന് ചെയ്താൽ മതി എന്ന് തന്നെയാണ് പറഞ്ഞിരുന്നത്. ഒരു മലയും കയറേണ്ട കാര്യമില്ല തപസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ വ്രതം ഇരുന്നതിന് ശേഷം ഈ ഇതിനെ അറിയിച്ചാൽ മതി. അല്ല, അങ്ങനെയല്ല. ഇതിപ്പോൾ കഴിഞ്ഞല്ലോ, ഇതിപ്പോൾ കഴിയാൻ പോവുകയാണ്. ഇത് നമ്മൾ മുൻകൂട്ടി, അതായത് ഇതിപ്പോൾ പാഠശാലയിലുള്ളവർ മാത്രമാണല്ലോ, അല്ലെങ്കിൽ നമ്മുടെ ഉപദേശം സ്വീകരിച്ചവർ ദീക്ഷയുള്ളവർ മാത്രമാണ് ചതുശാലയിൽ ഇരുന്ന് യജ്ഞം ചെയ്യുന്നത്. അത് എത്ര പേരുണ്ട്? അത് ഏതാണ്ട് 200ഓളം പേരുണ്ട്. 200ഓളം പേരെ ഒരുമിച്ചല്ല, ഓരോരോ ദിവസങ്ങളായിട്ട് ഓരോരോ കൊടുത്തിരിക്കുകയാണ്. കുറച്ച് ആളുകൾക്ക് കൊടുത്തു. അപ്പോൾ ഇന്നുള്ളവർ നാളെ ഉണ്ടാവാം, നിർബന്ധമില്ല. ചിലപ്പോൾ 5 ദിവസമായിരിക്കാം, 10 ദിവസമായിരിക്കാം. അല്ല, അതിന് മാത്രമേ യാഗഭൂമികൾ കുറച്ചല്ലേ ഉള്ളൂ. അതായത് അറ്റ് എ ടൈം ഒരു സമയത്ത് 24 പേരിൽ കൂടുതൽ ഉണ്ടാവില്ല ഹോമം ചെയ്യുന്നവർ. പരികർമ്മത്തിന് ആളുണ്ടാവും, അല്ലാത്ത ആളുകൾ അവിടെയും ഇവിടെയും പോയിരുന്ന് ജപിക്കുന്നുണ്ടായിരിക്കും. എന്നാൽ ഇപ്പോൾ 24 പേര് ഉണ്ടാവണമെങ്കിൽ 24 പേര് എഴുന്നേറ്റാൽ വീണ്ടും 24 പേര് വന്നിരിക്കണം. അപ്പോൾ ഒരു ദിവസം ചിലപ്പോൾ 50 പേരോ 100 പേരൊക്കെ വന്നിരിക്കാം. പക്ഷെ ശാലയിൽ 24 പേര് ഇരിക്കുള്ളൂ എന്നർത്ഥം. അറ്റ് എ ടൈം അത്രേ പറ്റുള്ളൂ. അതിപ്പോൾ എത്ര മണി വരെയാണ്? രാവിലെ 6 മണിക്ക് തുടങ്ങും. 6 മണിക്ക് സ്വസ്തിവാചനം, പുണ്യാഹം തുടങ്ങിയിട്ടുള്ള പിന്നെ വിശേഷമായ സൂക്തങ്ങൾ ഇതെല്ലാം ജപിച്ച് ശാലയെ ഒന്ന് ഉണർത്തി ശേഷം മഹാഗണപതി ഹോമം 6:30 മഹാഗണപതി ഹോമം നടക്കും. മഹാഗണപതി ഹോമത്തിന് ശേഷം ഹോമാചാരത്തോടുകൂടി ഒരു 7 മണിയോടുകൂടി യജ്ഞം ആരംഭിക്കുകയായി. പിന്നെ 7 മണിക്ക് തുടങ്ങിയാൽ പിന്നെ ഏതാണ്ട് വൈകിട്ട് ഒരു 4:30-5 മണിക്ക് മുമ്പായിട്ട് 1,00,000 ഹോമിച്ച് കഴിയും. ഇത് ഓരോ ദിവസം 1,00,000 നമ്മൾ ഹോമിക്കുന്നുണ്ട്. അതോടുകൂടി കഴിയും, 5 മണിയാകുമ്പോൾ കഴിയും. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അവരവരുടെ വീട്ടിലേക്ക് പോകും? ഇല്ല, വീട്ടിലൊന്നുമില്ല. ഇവിടേക്ക് ഇവരൊക്കെ പുറത്ത് പോകുന്ന ആൾക്കാരാ. ഈ ത്രാങ്ങാലിയിൽ എനിക്ക് ആകെ ഒരു ശിഷ്യറ്റേ ഉള്ളൂ. അവർ വീട്ടിലേക്ക് പോകും. മറ്റുള്ള എല്ലാവർക്കുള്ള താമസം നമ്മളിവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാരണം ആളുകൾ വരുന്നത് ഒരാൾ അമേരിക്കനാവും, ഒരാൾ സിംഗപ്പൂരിനാവും, അല്ലെങ്കിൽ ഒരാൾ തിരുവനന്തപുരത്താവും. മലയാളികളാണെന്നേ ഉള്ളൂ, പല ദേശത്തുനിന്നാണ് വരുന്നത്. അപ്പോൾ അവർക്കുള്ള സൗകര്യങ്ങളൊക്കെ നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ ഈ ത്രാങ്ങാലിയിൽ തന്നെ ഒരുക്കിയിട്ടുണ്ട്. ത്രാങ്ങാലി ചുറ്റുവട്ടത്ത് തന്നെ ഒരുക്കിയിട്ടുണ്ട്. കാരണം നാളെ ഒരു മഹാക്ഷേത്രം എവിടെയാണോ വരാൻ പോകുന്നത് ആ ദേശവുമായി ഈ സാധകന്മാർക്കൊരു പരിചയം വേണ്ടേ. ഇവിടുത്തെ താമസിക്കാനൊക്കെ തീരുമാനിച്ചു. പിന്നെ അത് കഴിഞ്ഞാൽ വൈകിട്ട് എല്ലാ ദിവസവും വൈകുന്നേരം ഭഗവത് സേവയുണ്ട്. പിന്നെ കുറച്ച് അതിൻ്റെ പ്രവചനവും പാരായണമൊക്കെ ഉണ്ടാവും. അതോടുകൂടിയാണ് അവസാനിക്കാറ്. ശരി, ഈ യാഗത്തെക്കുറിച്ചും ഇതിൻ്റെ സമ്പ്രദായങ്ങളെക്കുറിച്ചും
വ്രതങ്ങളെക്കുറിച്ചും ഒക്കെ ഞങ്ങളുടെ ഭക്തർക്ക് അറിയാൻ വേണ്ടി വിവരണം നടത്തിയ ആചാര്യന് ഞങ്ങളുടെ അഗൈതവമായ നന്ദിയും നമസ്കാരവും. നമസ്കാരം. മനസ്സിലായോ? എങ്ങനെ മനസ്സിലായി? ആ, അത് ശരി. അങ്ങനെ അത് ശരി. വേദജ്ഞാനം പകർന്നു തരുന്നതിന് വേണ്ടി നിരവധി ഗ്രന്ഥങ്ങൾ ഇവിടെയുണ്ട്. ആവശ്യക്കാർക്ക് വാങ്ങാവുന്നതാണ്. യാഗത്തിനു വേണ്ടി ഒരുക്കങ്ങൾ നടത്തുന്ന യാഗശാലയിലെ ശിഷ്യരും പ്രവർത്തകരും. എൻ്റെ ഫോൺ എവിടെ കുട്ടി? കണ്ണാടി. പിന്നെന്താ? അങ്ങനെ ആയിക്കോട്ടെ, സമാധാനം നോക്കൂടി. യാഗശാലയുമായി ബന്ധപ്പെട്ട മറ്റ് പ്രധാന വ്യക്തികളെയും ഞങ്ങൾ കണ്ടു. അവരുമായും ചില ആശയവിനിമയങ്ങൾ നടത്തി. കുറച്ച് കാര്യങ്ങൾ എന്തായാലും. നമ്മുടെ പേരെന്താ പറഞ്ഞത്? എൻ്റെ പേര് കിരൺ എന്നാണ്. കിരൺ. വീട് എവിടെയാണ്? വീട് തിരുവല്ല തൃക്കണ്ടിയൂരാണ്. നമ്മുടെ പേര് പേര് ശ്രീകുമാർ. ഞാൻ എറണാകുളം കടവന്ത്രയിൽ താമസിക്കുന്നു. കുറിച്ച് പറയുകയാണെങ്കിൽ തൃക്കണ്ടിയൂരിൽ 2017 സ്ഥാപിതമായിട്ടാണ്. അത് വ്യാസമണ്ഡപമുണ്ട്, അവിടെയാണ് സ്ഥാപിതമായത്. അതിന് ശേഷം ഇങ്ങോട്ട് പടിപടിയായിട്ട് ഞങ്ങൾ വളർന്നു വരികയാണ്. ഇപ്പോൾ ഇവിടെ വരെ എത്തി നിൽക്കുന്നുണ്ട് കാര്യങ്ങളെല്ലാം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് തോന്നുന്നു ആചാര്യം കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും. ഇവിടെ എന്തൊക്കെയാണ് വരാൻ പോകുന്നത്, എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു.
ഒരു ക്ഷേത്രം പണിയുന്നതിനെ ക്ഷേത്രം പണിയുന്നതിനെ കുറിച്ചിട്ട് അതിന് അപ്പോൾ നമ്മളൊരു ആദ്യത്തെ ഒരു സങ്കല്പം എന്നുള്ള രീതിയിൽ നമുക്കൊരു 24 ലക്ഷം നമുക്ക് ഗായത്രി ഹോമിച്ചതിന് ശേഷം മാത്രം നമ്മൾ ക്ഷേത്രത്തെ കുറിച്ചിട്ട് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ ഈ 20ാമത്തെ ദിവസം നമ്മൾ കഴിയുകയാണ് ഏകദേശം. ഈ ഒരു 4 ദിവസം കൂടി ഉണ്ട്. അങ്ങനെ 24 ലക്ഷം ദേവിയുടെ കടാക്ഷം കൊണ്ട് പൂർത്തിയാക്കുമെന്ന് വിചാരിക്കുന്നു ഞങ്ങൾ. അങ്ങനെയാണ് പോകുന്നത്. പിന്നെ ക്ഷേത്രത്തെ കുറിച്ചിട്ട് കൂടുതൽ കാര്യങ്ങൾ ഏറ്റവും പറഞ്ഞുകൊണ്ട് പിന്നെ ഞാൻ ആ കാര്യങ്ങൾ പറയില്ല. മുൻപത്തെ പറയുകയാണെങ്കിൽ സ്ട്രക്ചർ എന്നുള്ള രീതിയിൽ പറയുകയാണെങ്കിൽ മാനേജ്മെൻറ്റ് ട്രസ്റ്റിയായിട്ട് ആചാര്യനുണ്ട്. അതിൻ്റെ ശേഷം അതുപോലെ ശ്രീകുമാർജി ഉണ്ട്, അതേപോലെ തന്നെ ഞാനും ഉണ്ട്. അങ്ങനെ ഞങ്ങൾ 3 പേരാണ് ട്രസ്റ്റിയായിട്ടുള്ളത്. അത് കൊടുക്കണമെന്നില്ല, നിർബന്ധമില്ല. അപ്പോൾ ഇതാണ് ഒരു സ്ട്രക്ചറുള്ള രീതിയിൽ. ബാക്കിയുള്ള എന്താണ് കേരളത്തിൽ 14 ജില്ലകളിലും അതേപോലെ തന്നെ കേരളത്തിൻ്റെ പുറത്തും വിദേശ രാജ്യങ്ങളിലും എല്ലാം വന്നിട്ട് ആചാര്യ ക്ലാസ് എടുക്കുന്നുണ്ട്. കൂടുതലും ഓൺലൈൻ ക്ലാസ്സുകളാണ് നമ്മൾ ചെയ്യുന്നത്. ഓഫ്ലൈൻ ക്ലാസ്സുകളും ഉണ്ട്, വളരെ ചുരുക്കം സ്ഥലങ്ങളിൽ മാത്രം. പണ്ട് കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഓൺലൈൻ ക്ലാസ് അല്ല ഓഫ്ലൈൻ ക്ലാസ്സുകളായിരുന്നു. പിന്നീട് അത് ഒരു ആഫ്റ്റർ കോവിഡിൻ്റെ ശേഷം കൂടുതലും അത് ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക്. അപ്പോൾ ഓൺലൈൻ ക്ലാസ്സുകളിലുള്ള ഒരു സൗകര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾക്ക് കൂടുതൽ പെട്ടെന്ന് റീച്ച് ആവാനുള്ളൊരു സംഭവം ഉണ്ടായി. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഇത്രയും പെട്ടെന്ന് നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും വളരെ വേഗത്തിൽ ഇങ്ങനെ ഒരു സംഭവം എത്തിക്കുന്നത്. ഇനി നമുക്ക് ഭാവിയിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ സങ്കല്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആചാര്യൻ്റെ സങ്കല്പം ഇതാണ്, ഒരു മഹാക്ഷേത്രം ഇവിടെ ഒരു പഞ്ചമുഖി ഗായത്രി ക്ഷേത്രം ഉണ്ടാകുക എന്നുള്ളതാണ്. അത് ഭഗവതി നടത്തി തരും എന്നുള്ളൊരു കാഴ്ചപ്പാട് ഞങ്ങൾക്കുണ്ട്. അതിൻ്റെ പിന്നാലെ ഞങ്ങൾ പോവുകയാണ്. എല്ലാം കൂട്ടിച്ചേർക്കാനുണ്ടോ? അതുപോലെ തന്നെ ഇപ്പോൾ ഗായത്രി ക്ഷേത്രം എന്ന സങ്കല്പം പോലെ തന്നെ വേദങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു വലിയൊരു ദൗത്യം കൂടി ആചാര്യൻ ഏറ്റെടുത്തിട്ടുണ്ട്. വേദങ്ങൾ പ്രത്യേകിച്ച് കുട്ടികളെയും യുവാക്കളെയും ഒക്കെ വേദമന്ത്രങ്ങൾ അല്ലെങ്കിൽ വേദത്തിൻ്റെ പ്രധാനപ്പെട്ട 4 വേദങ്ങളും പഠിപ്പിക്കുന്നുണ്ടോ? ഇവിടെ 4 വേദങ്ങൾ പഠിപ്പിക്കുന്ന വേദശാലകളും ഉണ്ടാവും. അവർക്ക് യജുസ് സാമ മതറുണ്ട്. 4 വേദങ്ങളും പഠിപ്പിക്കുന്ന വേദശാലകളുണ്ടാവും. അതുകൂടാതെ ഇപ്പോൾ ധാരാളം ക്ലാസ്സുകൾ ഓൺലൈനായിട്ട് നടക്കുന്നുണ്ട്. ഏതാണ്ട് 300ഓളം കുട്ടികളെ ഇപ്പോൾ ഞങ്ങൾ ഈവനിങ് ക്ലാസ് തിങ്കൾ മുതൽ വെള്ളി വരെ 5 ദിവസം രാത്രി 8 മണി മുതൽ 9 മണി വരെ ഓൺലൈൻ ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്. സനാതനധർമ്മം, പിന്നെ വേദങ്ങളിലെ മന്ത്രങ്ങൾ, കുറച്ച് അത്യാവശ്യ കാര്യങ്ങൾ, ഒരു ഉത്തമ പൗരന്മാരെ സൃഷ്ടിക്കുക എന്നുള്ളതാണ് ആചാര്യൻ്റെ അതിപ്പോൾ ഒരു കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ അതും ഇതിനോട് ഒത്തുചേർന്ന് തന്നെ നടക്കുന്നുണ്ട്. അതും മുന്നോട്ട് പോകുന്നുണ്ട്. അതും വളരെ വിപുലമായ രീതിയിൽ കൊണ്ടുപോവുക. പിന്നെ വേദങ്ങളെക്കുറിച്ച് റിസർച്ച് നടത്തുക. അതുകൊണ്ട് വേദങ്ങളുടെ അറിവുകൾ ജനങ്ങളിലേക്ക് എത്തിയിട്ടില്ല. പലപ്പോഴും ശാസ്ത്രത്തിൻ്റെ കണ്ണിലൂടെയാണ് വേദങ്ങളെ കാണുന്നത്. പക്ഷേ വേദങ്ങളുടെ കണ്ണിലൂടെ ശാസ്ത്രങ്ങളെ കാണാൻ ഇതുവരെ വലിയ ശ്രമമൊന്നും നടത്തിയിട്ടില്ല. ആ ഒരു വലിയ ദൗത്യവും കൂടി ആചാര്യൻ ഏറ്റെടുത്തിട്ടുണ്ട്. അതും ഇതിനോടൊപ്പം ഉണ്ടാകും. ശരി, ഏതായാലും നമ്മുടെ കുട്ടികളും ഇതൊക്കെ പഠിച്ചു വരട്ടെ. തീർച്ചയായിട്ടും ആ ഒരു സങ്കല്പമുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ കുട്ടികളിലേക്കാണ് അത് എത്തിക്കേണ്ടത്. കുട്ടികളിൽ നിന്ന് മൊബൈലിൻ്റെ പിന്നാലെയും സീരിയലുകളുടെ പിന്നാലെയും അതുപോലെ പല വേണ്ടാത്ത ദൃശ്യമാധ്യമങ്ങളുടെ പിന്നാലെയാണ്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കിക്കൊണ്ട് നമ്മുടെ പുരാണങ്ങളിലേക്കോ വേദങ്ങളിലേക്കോ ഇതിഹാസങ്ങളിലേക്കും ഒക്കെ കുട്ടികളെ കൊണ്ടുവരേണ്ടത് നമ്മുടെ ഈ കാലഘട്ടത്തിൻ്റെ ഒരു ആവശ്യമാണ്. തീർച്ചയായിട്ടും അതിൻ്റെ ഒരു മുന്നോടിയായിട്ട് തന്നെയാണ് ഞങ്ങൾ ഈ സങ്കല്പത്തിൽ നിന്ന് അർപ്പിച്ചിട്ട് മുന്നോട്ടേക്ക് പോകുന്നത്. ആ ഒരു സങ്കല്പ സാക്ഷാത്കാരം ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, നമസ്കാരം, നന്ദി. ഷൊർണൂരിലെ മനോഹരമായ ത്രാങ്ങാലി എന്ന പ്രദേശത്ത് ഭഗവതി കുന്നിൽ നടക്കുന്ന ഈ യാഗശാലയിലേക്ക് എല്ലാവരും എത്തിച്ചേരേണ്ടതാണ്. പുതിയ വേദമന്ത്രങ്ങൾ ഉരുക്കഴിക്കുന്നത് കാണുവാനും പഠിക്കുവാനും എല്ലാ യുവാക്കന്മാരും ഇവിടെ എത്തിച്ചേർന്നാൽ വളരെയധികം നന്നായിരിക്കും. വരുന്ന ദിവസങ്ങളിൽ അതിന് ഉള്ള അവസരമാണ് യുവാക്കൾക്കും കുട്ടികൾക്കും കുടുംബങ്ങൾക്കും. അതുകൊണ്ട് തന്നെ
പുണ്യസ്ഥലമായ ഈ യാഗഭൂമിയിലേക്ക് എല്ലാവരും എത്തിച്ചേരേണ്ടതാണ്. വേദങ്ങൾ പഠിക്കാൻ ആരംഭിക്കേണ്ടതാണ്. വേദങ്ങളാണ് നമ്മുടെ സംസ്കാരത്തിൻ്റെ അന്തസത്ത, സനാതന ധർമ്മത്തിൻ്റെ നട്ടെല്ല്. അത് പഠിക്കാൻ ആഗ്രഹിക്കുന്നവരുടെ ബാലപാഠം ഇവിടെ നിന്ന് ആരംഭിക്കട്ടെ. ഹരി ഓം. അത് തിരിച്ചങ്ങോട്ട് തന്നെ പറഞ്ഞു. ഉപഹാരം തരാം. ശരി. ഭാരതത്തിലെ ഏറ്റവും പ്രശസ്തനായ അഥർവവേദ പണ്ഡിതൻ, യശശരീരനായ വേദമൂർത്തി ഡോക്ടർ ശ്രീധർ റെഡ്ഡിയുടെ ശിഷ്യനായ ശ്രീ അരുൺ പ്രഭാകരൻ രചിച്ച വേദവാണി എന്ന പുസ്തകം ഞങ്ങൾക്ക് അദ്ദേഹം സമ്മാനിച്ചു. ഞങ്ങൾ നന്ദിയോടെ അത് സ്വീകരിച്ചു. അദ്ദേഹത്തിനും ഗായത്രി ഗുരുകുലത്തിനും ഈ യാഗവുമായി ബന്ധപ്പെട്ട എല്ലാ അധികാരികൾക്കും പ്രവർത്തകർക്കും ഞങ്ങളുടെ നന്ദി. ഹരി ഓം.
വേദോ നിത്യമധീയതാം എന്ന് ആചാര്യസ്വാമികളുടെ നിർദ്ദേശമാണ്. വേദം നിത്യവും അധ്യയനം ചെയ്യണം. താങ്കളുടെ കർമ്മം എന്താണെന്ന് വേദങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അത് അനുഷ്ഠിക്കുകയും വേണം. സ്വധർമ്മവും സ്വകർമ്മവും അറിയാൻ വേദവാണി തന്നെ ആശ്രയം. വേദം സ്വാധ്യായം ചെയ്യാൻ പാഠശാലയിലെ വിദ്യാർത്ഥികൾക്ക് എപ്പോഴും കൊടുക്കുന്ന നിർദ്ദേശമാണ്. ജപതപങ്ങളോടൊപ്പം അർത്ഥവിചാരവും അത്യന്താപേക്ഷിതമത്രേ. ആയതിലേക്ക് ഏതാനും വേദമന്ത്രങ്ങളുടെയും സൂക്തങ്ങളുടെയും അർത്ഥവിചാരം ഈ പുസ്തകത്തിൽ ചേർത്തിരിക്കുന്നു. ഗായത്രി ഉപാസകനും വേദപാഠശാലയായ ഗായത്രി ഗുരുകുലം സ്ഥാപകനും ആചാര്യനുമാണ് ശ്രീ അരുൺ പ്രഭാകരൻ. യശശരീരനായ ഗോകർണം ബ്രഹ്മശ്രീ ഡോക്ടർ ശ്രീധരാടിയുടെ ശിക്ഷണത്തിൽ അഥർവവേദത്തിൻ്റെ കാശിപാഠം സമ്പൂർണ്ണമായി അധ്യയനം ചെയ്തിട്ടുള്ള വ്യക്തിയാണ് ഇദ്ദേഹം. ആദിവാങ്മയ ജ്ഞാനസമുച്ചയമായ വേദമന്ത്രങ്ങളെ ലളിതമായും സമഗ്രമായും പരിചയപ്പെടുത്തുന്ന ഗ്രന്ഥമാണ് ശ്രീ അരുൺ പ്രഭാകരൻ രചിച്ച വേദവാണി. വരൂ, പ്രശാന്തസുന്ദരമായ പാലക്കാട് ജില്ലയിലെ ഷൊർണൂരിനടുത്തുള്ള ത്രാങ്ങാലി എന്ന ഈ പ്രദേശത്തേക്ക് ഭഗവതിക്കുന്നിൽ പണിയാൻ പോകുന്ന ഗായത്രി ദേവിയുടെ ക്ഷേത്രത്തിലേക്ക് നാം എല്ലാവരും എത്തിച്ചേരൂ. സമീപ ഭാവിയിൽ തന്നെ നല്ലൊരു ക്ഷേത്രം ഇവിടെ ഉണ്ടാകുന്നതായിരിക്കും എന്ന് അധികാരികൾ നമുക്ക് ഉറപ്പു തരുന്നു. അതിനുള്ള പ്രാരംഭമായ ഈ യാഗശാലയിലേക്ക് എല്ലാ യുവാക്കന്മാരും കുട്ടികളും കുടുംബങ്ങളും വേദപഠനത്തിനായി എത്തിച്ചേരൂ. വേദത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നതിന് ഉള്ള അവസരങ്ങൾ നാം ഒട്ടും പാഴാക്കിക്കൂടാ. അതിനുള്ള ഏറ്റവും അടുത്ത ഒരവസരമാണ് ഈ യാഗഭൂമി. ഹരി ഓം.